ജോസി ബ്രദറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സുനിൽ ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ ഏറ്റവും വലിയ സുഹൃത്ത്. ദൈവത്തിന്റെ ആത്മാവ് വന്ന് കഴിയുമ്പോൾ ജീവിക്കുന്ന ദൈവമാണത്, ജീവിക്കുന്ന സാന്നിധ്യമാണത്, ജീവിക്കുന്ന അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. മരിച്ച ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണത്. ആ ദൈവത്തെ കൊണ്ട് ഇന്ന് ഒത്തിരി സന്തോഷമാണ്. ഇന്ന് ജീവിക്കുന്നത് തന്നെ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി വലിയ വലിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ കാശുണ്ടാക്കണം, ഗൾഫിൽ വന്ന് നാട്ടിൽ പോയി വലിയൊരു വീട് പണിയണം, വലിയ വണ്ടി മേടിക്കണം, അങ്ങനെ അവിടെ അടിച്ച് പൊള്ളിച്ച് ഇങ്ങനെ നടക്കണം, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ കടന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കർത്താവ് അതൊക്കെ എടുത്ത് മാറ്റി. എന്റെ പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോഴേക്കും എന്റെ ഭാര്യ പറയും, ഇവനെ കണ്ട പേടിച്ച് പോവല്ലോ എന്ന്. എന്റെ പഴയ ഫോട്ടോസും കാര്യം ഒരു 10-25 ബൈക്കും ഇങ്ങനെ അവൾ ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കോളേജ് കോയമ്പത്തൂരൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഊട്ടിയിലൊക്കെ പോകുമ്പോഴേക്കും ഒരു വലിയ ബറ്റാലിയനായിട്ട് ഇങ്ങനെ നാടൊക്കെ ഇങ്ങനെ അടിച്ച് പൊള്ളിച്ച് ഇങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ പോകുകണ്ടാ ഇങ്ങനെ അതുപോലെ ജീവിച്ചിരുന്നതാണ്. പക്ഷെ യേശു കടന്നു വന്നപ്പോഴേക്കും ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. യേശു ശൂന്യമാക്കി കളഞ്ഞു, എല്ലാം എടുത്ത് കളഞ്ഞു. ദൈവം കടന്നു വന്നു, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറച്ചു. മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാന്നുള്ള ഒത്തിരി സന്തോഷം, അതും ഞാൻ അറിഞ്ഞ സന്തോഷം ഇന്ന് മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കണമെന്നുള്ള സന്തോഷം, അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം മനസ്സിൽ. തിരിച്ചു പോട്ടെ. അവിടെ നിന്ന് പോയി മാതാപിതാക്കൾ ചെന്ന് അങ്ങനെ പനിക്കലച്ഛനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. വെള്ളിയാഴ്ച ദിവസം വരാൻ ധ്യാന സമയത്ത് അങ്ങനെ വിളിച്ചു. ആദ്യമായിട്ട് എൻ്റെ അമ്മ അടുക്കള പണി മാത്രം അറിയുന്ന എൻ്റെ അമ്മ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ, വേറെ കാര്യം കൂടെ പറയട്ടെ, ഇതുപോലെ നിന്ന് സംസാരിക്കാനായിട്ട് എൻ്റെ മുട്ട് ആദ്യം 2 പേരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ സകലത്തിൽ ഇടിച്ച് താഴോട്ട് പോകണമല്ലായിരുന്നു. ഭയങ്കര നെർവസ്നെസ്, ഭയങ്കര പേടി, മൊത്തം ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം കടന്നു വരുമ്പോഴേക്കും അതെല്ലാം എടുത്ത് ദൈവം മാറ്റി തരും. ദൈവം എല്ലാം എടുത്ത് മാറ്റി. ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴേക്കും, ഇതിപ്പോ ഒരു ഓഫീസിലാണ്, എന്റെ ഓഫീസിൽ പോയി നിന്നാണെങ്കിൽ വീണ്ടും ഞാൻ ചിലപ്പോൾ താഴെ വീണ് പോകും, അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഞാനല്ല, എന്റെ പൊന്നി ഈശോ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ എന്റെ തമ്പുരാനാണ് സംസാരിക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച അവർ ചെന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് എൻ്റെ അമ്മ പാടുമായിരുന്നു. കുഞ്ഞുനാളിൽ പാടുമായിരുന്നു. ഞങ്ങളൊക്കെ ഒത്തിരി വലുതായതിനു ശേഷം ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും അമ്മ പാട്ട് പഠിക്കാൻ പോകുമായിരുന്നു. അത്ര വർഷങ്ങളായിട്ട് കാര്യം പാട്ട് ഒരിക്കലും പഠിച്ചാൽ തീരുന്നില്ല. അതിങ്ങനെ ഒത്തിരി പാട്ട്, അങ്ങനെ അത്ര വലിയൊരു സമുദ്രം എന്തൊക്കെ പറയണതൊക്കെ അമ്മ അങ്ങനെ അപ്പോഴും പഠിക്കാൻ പോകുമായിരുന്നു. അപ്പൊ അമ്മ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് കൊടുത്ത കുറച്ച് വരികളും അതെല്ലാം വെച്ച് അമ്മ കുറച്ച് പാട്ടുകൾ എഴുതി. അങ്ങനെ ധ്യാനത്തിന് അവര് സാക്ഷ്യം പറയാൻ പോയ ദിവസം എൻ്റെ അച്ഛൻ സാക്ഷ്യം പറയും, എൻ്റെ അമ്മയെ ഒരു കുടുംബ സാക്ഷ്യമായിട്ട് അവർ രണ്ടുപേരും സാക്ഷ്യം പറയും. എൻ്റെ അമ്മ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിയ വരികൾ അവിടെ ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സ്റ്റേജിൽ പാടുകയും ചെയ്തു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം പണിക്കളച്ഛൻ വിളിച്ച് പറഞ്ഞു, ഞാൻ വിളിക്കും, അപ്പൊ നിങ്ങൾ ഇനിയും വരണമെന്ന്. പക്ഷെ അടുത്ത വെള്ളിയാഴ്ച തന്നെ അച്ഛൻ വീണ്ടും വിളിച്ചു. അവര് വീണ്ടും ചെന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഒരു 7-8 കൊല്ലം 94-ന് ശേഷം അവിടെ തുടർച്ചയായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അമ്മ പാടിയ പാട്ടുകൾ, അവിടുന്ന് അമ്മ എഴുതിയ പാട്ടുകൾ, ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകിയ ആ വരികൾ ഡിവൈൻ ധ്യാന കേന്ദ്രം തന്നെ ഒരു കാസറ്റിന്റെ രൂപത്തിൽ അവിടുന്ന് അവർ പുറത്തിറക്കി. യേശു സന്നിധി എന്നുള്ള പേരിൽ ഇന്ന് ഒത്തിരിയേറെ മക്കളുടെ വീട്ടിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അമ്മ ഇതിങ്ങനെ പാടി കഴിയുമ്പോഴേക്കും എല്ലാവരും വന്ന് ആ കാസറ്റ് വാങ്ങിക്കൊണ്ടുവരും. ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷമാണ്. കാര്യം അതിനു മുമ്പ് വളരെ അച്ഛൻ 2 വരി അവിടെ പറയും. ഹൈന്ദവരായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ കുടുംബ സാക്ഷ്യമാണത്. യഥാർത്ഥമായ സത്യദൈവത്തെ അവർ കണ്ടുമുട്ടിയപ്പോൾ അവരിൽ വന്ന സന്തോഷം, സമാധാനമാണ് ഈ വരികൾ എന്ന് പറഞ്ഞ 2-3 വരികളുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. കാര്യം മറ്റു മക്കളും അറിയാൻ, ഞങ്ങൾ അറിയപ്പെടുവാനല്ല, ഹൈന്ദവരായി ജീവിച്ചിരുന്നത് ഞങ്ങള് ദൈവത്തെ കണ്ടുമുട്ടി എന്നുള്ള സത്യം മറ്റുള്ളവരും അറിയപ്പെടുമല്ലോ എന്നുള്ള ഒത്തിരി വലിയ സന്തോഷമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഒത്തിരി
ഈ 8 വർഷത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ പുറത്ത് ഡിവൈൻ്റെ ഔട്ട് ഗോയിങ് മിനിസ്ട്രിയിലും അങ്ങനെ കർത്താവിന് വേണ്ടി ഇന്നിപ്പോൾ അവിടെ വേല ചെയ്യണം. അവർ നാട്ടിൽ അച്ഛനും അമ്മയും വേല ചെയ്യണം. ഇവിടെ ഞാനും കർത്തത്തിൽ വന്നെങ്കിലും ഇവിടെ ഞാൻ അലുമിനിയം സെയിൽസിൽ വർക്ക് ചെയ്യാണ്. അതുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് ഇഷ്ടം ഈശോയുടെ ജോലിയാണ്. അത് ഒരു പാർട്ട് ടൈം ജോലി എന്ന് പറയാം. പക്ഷെ അത് ഞാൻ തള്ളിക്കളയാൻ വേണ്ടി പറയില്ല. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ ഞാനായിരിക്കാം, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് വേണ്ടി വേല ചെയ്യാന്നുള്ളത് നിങ്ങളുടെ മുമ്പിലായിരിക്കാനും ഇന്ന് ദൈവത്തെ ഏറ്റു പറയാനും ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതിനായി ദൈവം ഇവിടെ കൊണ്ടുവന്ന് 3 മാസം ഞാൻ ഈ ഖത്തറിൽ വന്നിട്ട് നാട്ടില് ഗൾഫിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഗൾഫിൽ വന്നൊരു സെയിൽസിൽ ഒരു ജോലി വേണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. 6-7 വർഷം ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം അതൊക്കെ വിട്ട് കളഞ്ഞു. ഇനി അവിടെ നാട്ടിൽ സെയിൽസിൽ ജോലി ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ദൈവഹിതം, അന്ന് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എപ്പോ കർത്താവിനെ വിട്ടുകൊടുത്തു. അതേസമയം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഇവിടെ വരാനായിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് ഇനി കർത്താവിന്റെ പത്തെങ്കിൽ സന്തോഷം, ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞതിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് വിസ കിട്ടി. ഞാൻ ഇവിടെ വന്നു. ഞാൻ എന്താഗ്രഹിച്ചു അതേ രീതിയിൽ 3 മാസം മാത്രം ഞാൻ ഇവിടെ ജോലിയില്ലാതിരുന്നുള്ളൂ. ആ 3 മാസക്കാലം എൻ്റെ ബ്രദറിനുള്ള ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടി സെയിൽസിലെ ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ എനിക്ക് ട്രെയിനിങ് പോലെയൊക്കെ തന്നു. 3-ാമത്തെ മാസം ലൈസൻസ് എടുക്കാൻ പോയി. ലൈസൻസ് ഇവിടെ വലിയൊരു പ്രശ്നം പോലെ പറയാണ്. പക്ഷെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്ക് എതിര്, ദൈവം നമ്മുടെ പക്ഷത്തെ ആര് നമുക്ക് എതിര് നിൽക്കും. വന്നപ്പോ ഒത്തിരി പേടിച്ചൊക്കെ പോയി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഒക്കെ കണ്ടപ്പോഴേക്കും ഇതൊക്കെ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് നീയാണ് തോടിക്കുന്നത്. അങ്ങനെ പോയി ലൈസൻസിന് പോയി. ലൈസൻസ് എടുക്കുന്ന ദിവസം അവിടെ പോയി മൊത്തം തെറ്റൊക്കെ കാണിച്ചു വെച്ചു. പക്ഷെ എങ്കിലും അവിടെ ദൈവം ഇടപെട്ട് അവിടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം അന്നും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ദൈവം 12 ദിവസം മാത്രം ക്ലാസ്സിൽ പോയി 12ാമത്തെ ദിവസം എനിക്ക് ലൈസൻസ് തന്നു. ഈ കമ്പനിയിൽ പോയി എൻ്റെ ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബോസ് അവർ മിക്കവാറും UK-യിലായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അന്ന് അവർ ഖത്തറിലുണ്ടായിരുന്നു. ആ സമയത്ത് അവർ മടങ്ങി UK-യിലേക്ക് പോയി. ആ സമയത്താണ് ഞാൻ ആ കമ്പനിയിൽ എൻ്റെ ബ്രദറിൽ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ പറഞ്ഞു ഇനി അവർ പോയാൽ 6 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ, അവരില്ലാതെ ഞങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അവർ വരുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് എന്നെ മടക്കി വിട്ടു. പക്ഷെ 2 ദിവസത്തിന് ശേഷം അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവരെന്തോ കാര്യം മറന്നുപോയി, അവർ തിരിച്ചു വന്നിട്ടുണ്ട്, വേഗം വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി കമ്പനിയിൽ ചെന്ന് അവരെ കണ്ടു. ഹസൻ അലീന്റെ മകള് നദി എന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ. അവരെന്നെ വിളിച്ചു, അവരെന്നെ കണ്ടു, ജോലി ചെയ്തോളാൻ പറഞ്ഞു. ഒരു ഫ്രീ വിസയിലാണ് ഞാൻ വന്നത്. ആ കമ്പനിയിൽ ഫ്രീ വിസയിൽ വന്ന ആരും എടുക്കുകയൊന്നുമില്ല, അങ്ങനെയൊന്നും പണി ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്നെ ആ കമ്പനിയിൽ എടുത്തു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത്. അവിടെ ജോലി ചെയ്തു. 5 വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്ന ഒരു പോറല് പോലും ഏൽക്കാതെ കർത്താവ് എന്നെ കൊണ്ട് നടന്നു. 5 വർഷത്തിന് ശേഷം എൻ്റെ വിസ കമ്പനിയിലേക്ക് മാറ്റി കിട്ടുവാനും അതിനുശേഷം എൻ്റെ വിവാഹം നടന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിനുശേഷം ഞാൻ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് എൻ്റെ ഒത്തിരി പ്ലാനും പദ്ധതികളും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു വരും. പക്ഷെ അപ്പോഴൊക്കെ അതെല്ലാം ഈശോയോട് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയും, ദൈവമേ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറയും. നിന്റെ ഹിതം നടത്തി തരണമെന്ന്. കാര്യം നമ്മുടെ ഹിതം നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് ബലം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കർത്താവ് നമുക്കത് തരും. പക്ഷെ വീണ്ടും നമ്മൾ അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കുമ്പോൾ നമ്മൾ വീണ്ടും കരഞ്ഞു പറയും നീ എന്തിനത് ചെയ്തു, നിനക്ക് അറിയില്ലായിരുന്നു ഇത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പിന്നെ നീ എന്തിനത് തന്നു എന്ന്. പക്ഷെ എങ്കിലും നമ്മൾ കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഈശോ കാരുണ്യവാനായ ദൈവം അത് ചിലപ്പോൾ നമുക്ക് തരും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കും. അതും ഇവർ ലീഡർമാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ച കാര്യമാണ്. ദൈവമേ നിന്റെ ഹിതം കൂടി ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കൂടിയാണത്. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഹിതം അവിടെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹത്തിന്റെ സമയമായപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച കർത്താവ് നീ ആഗ്രഹിക്കുന്ന ഒരു മകളെ നീ എനിക്ക് ഒരുക്കി തരണമെന്ന്. വീട്ടിലും നാട്ടിലും അവിടെ ഇങ്ങനെ ഒത്തിരിയേറെ ഇങ്ങനെ അവർ അന്വേഷിച്ചൊക്കെ ഇരുന്നെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചു, ഈശോയെ നീ ആഗ്രഹിക്കുന്ന ഒരു മകള്, നീ എനിക്കായിട്ട് അനാദികാലം മുതൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മകള്, നീ അങ്ങനെ വചനം പറയുന്നു, നീ ആ മകളെ തന്നെ എനിക്ക് കാണിച്ചു തരണേ. അവൾക്ക് കയ്യോ കാലോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അത് സാരമില്ല, ഞാൻ ഏറ്റെടുത്തോളാം. അതാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ